ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഓണം അടുത്തു വരികയായി. ഓണത്തിന് നമുക്ക് സിവിൽ സപ്ലൈസിൽ നിന്നും റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതായത് ഓണത്തിന് സൗജന്യ കിറ്റുകളും മറ്റ് ഉൽപ്പന്നങ്ങളും ഓണത്തിന് മുന്നേ കൊടുക്കുന്നതിന് വേണ്ടി റെഡിയായിട്ടുണ്ട് എന്ന് ഭക്ഷ്യ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിക്കുകയുണ്ടായി. അതായത് പിങ്ക് കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കളും നീല കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കളും മഞ്ഞ കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കളും വെള്ളക്കാർഡ് ഉപയോഗിക്കുന്ന റേഷൻ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതായത് ഈ വർഷത്തെ ഓണക്കിറ്റ് ഇത് ഓണത്തിന് മുമ്പേ തന്നെ ലഭിക്കുന്നതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ അറിയിക്കുകയുണ്ടായി. അതായത് സൗജന്യ ഓണക്കിറ്റ്, സൗജന്യ പഞ്ചസാര, കുട്ടികൾക്കുള്ള, അതായത് വിദ്യാർത്ഥികൾക്കുള്ള, സ്കൂൾ കുട്ടികൾക്കുള്ള അരി, കൂടാതെ ആദിവാസികൾക്കുള്ള സൗജന്യ കിറ്റുകൾ, റേഷൻ കടകളിൽ നിന്ന് ആദിവാസികൾക്ക് സൗജന്യമായി കൊടുക്കുന്ന കിറ്റുകൾ എന്നിവ ഓണത്തിന് മുമ്പേ തന്നെ വിതരണം ചെയ്യണമെന്ന് തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ ഓണക്കിറ്റുകൾ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അറിയിപ്പ് ലഭിച്ചത്. എങ്കിലും പരമാവധി മറ്റുള്ള കാർഡുകാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അരിയും മറ്റുള്ള സൗകര്യങ്ങളും ഉണ്ടാവും എന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ആനുകൂല്യങ്ങളിൽ പെടാത്ത കാർഡുടമകൾക്ക് സ്പെഷ്യൽ അരി നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എല്ലാ ആളുകൾക്കും സൗജന്യ കിറ്റ് കൊടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ മഞ്ഞക്കാർഡുകാർക്ക് ഇക്കുറി മഞ്ഞക്കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് നൽകാൻ പരിഗണനയിലുണ്ട്. അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതായാലും അവർക്ക് കൂടി നൽകുമെന്ന് തന്നെയാണ് സൂചനകൾ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഓണച്ചന്തകൾ കൂടുതൽ വ്യാപകമായി തുടങ്ങാനുള്ള ഒരു പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും പച്ചക്കറി ചന്തകളും സിവിൽ സപ്ലൈസിൻ്റെ മാർക്കറ്റുകളും കൂടുതലായി പല പ്രദേശങ്ങളിലും തുടങ്ങാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ നീലക്കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും വെള്ളക്കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും സ്പെഷ്യൽ അരി നൽകാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നീലക്കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഓരോ മെമ്പറിനും 2 കിലോ അരി സ്പെഷ്യൽ അരി എന്ന നിലയ്ക്കും, അതുപോലെ തന്നെ വെള്ളക്കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന് 2 കിലോ അരിയും ആണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതായത് പരമാവധി അരി നൽകാൻ ഈ വെള്ളക്കാർഡ് ഉപഭോക്താക്കൾക്കും നീലക്കാർഡ് ഉപഭോക്താക്കൾക്കും പരമാവധി അരി നൽകണമെന്ന ഒരു ചർച്ച നടന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു അനുകൂല തീരുമാനമുണ്ടായിട്ടുണ്ട് എന്നും അറിയാൻ സാധിച്ചു. അതായത് 5 കിലോ അരി സ്പെഷ്യൽ അരിയായി നൽകും. അതുപോലെ തന്നെ 12 രൂപയ്ക്ക് താഴെ 5 കിലോ അരി ഈ വെള്ളക്കാർഡ് ഉപഭോക്താക്കൾക്കും നീലക്കാർഡ് ഉപഭോക്താക്കൾക്കും നൽകാൻ തീരുമാനമായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രതികൂല മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ വെള്ളക്കാർഡ് ഉപഭോക്താക്കൾക്കും നീലക്കാർഡ് ഉപഭോക്താക്കൾക്കും ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഓണത്തിന് മുന്നേ തന്നെ, അതായത് ഓണത്തിൻ്റെ തിരക്കുകളും മറ്റും പരിഗണിച്ച് ഇത്തവണ വളരെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും ഇപ്പോൾ നമുക്കൊരുപാട് നിപ്പ അതുപോലെ തന്നെ മറ്റുള്ള ഓരോ വിഷയങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ കൂടുതലായിട്ട് നേരത്തെ ഓണത്തിൻ്റെ ഒരുപാട് മുന്നേ തന്നെ ഈ സൗജന്യ കിറ്റുകളും അതുപോലെ തന്നെ റേഷൻ സാധനങ്ങളും റേഷൻ കടകളും അതുപോലെ തന്നെ സൗജന്യ ഈ സിവിൽ സപ്ലൈസ് വഴിയും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. എനിക്ക് കിട്ടുന്ന അറിവുകൾ, അതായത് എനിക്ക് അറിവുകൾ ലഭിച്ചാൽ ആ അറിവ് ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതാണ്.
എൻ്റെ അറിവിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.